ഷാജേട്ടാ, നമുക്കൊരു ഹണി ട്രാപ്പ് പ്ലാൻ ചെയ്താലോ? ആളെന്റെ ഇനി കാസർഗോഡ് നിന്നുള്ള റിപ്പോർട്ടിലേക്കാണ്. കാസർഗോഡ് പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ നിരവധി യുവാക്കളെ 35-കാരി ഹണി ട്രാപ്പിൽ കുടുക്കിയതായി പരാതി. കൊമ്പനടുക്കം സ്വദേശിനി ശ്രുതി ചന്ദ്രശേഖരനെതിരെ പോലീസ് കേസെടുത്തു. ISROയിൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ ചമഞ്ഞായിരുന്നു തട്ടിപ്പ് നടത്തിയത്. ഞാൻ ഹംസ അല്ല ഹംസൻ MBBS. ഡോക്ടറാണല്ലേ? അല്ല, വക്കീല. ISROയിൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ ചമഞ്ഞും IAS വിദ്യാർത്ഥിനി ചമഞ്ഞുമാണ് യുവാക്കളെ ശ്രുതി വലയിലാക്കിയത്. കാസർകോട്, കണ്ണൂർ, കോഴിക്കോട്, തൃശൂർ ജില്ലകളിലെ പോലീസ് ഉദ്യോഗസ്ഥരും ശ്രുതി ചന്ദ്രശേഖരന്റെ തട്ടിപ്പിനിരയാണല്ല. 10 കാശ് കയ്യിൽ നിൽക്കില്ല, വാരിക്കോരി കൊടുത്തേ ശീലം. തട്ടിപ്പ് വിവരം മനസ്സിലാക്കിയിട്ടും മാനഹാനി ഭയന്ന് പോലീസുകാരിൽ പലരും വിവരം മറച്ചുവെച്ചു. പിന്നെ ആ കല്യാണകത്ത് കാണിച്ചിട്ട് എനിക്ക് ഈ കല്യാണത്തിൽ താല്പര്യമില്ല, എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ്, പ്രപ്പോസ് ചെയ്യുന്നത്. ഇവരെന്താ ഇങ്ങനെ? പ്രേമം പേടിക്കണ്ട, കംപ്ലീറ്റ് അഭിനയ, നല്ല ഒന്നാം തരം കറവക്കാരിയാവും. പല ആവശ്യങ്ങൾക്കായി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവലും അവിടെ ബില്ല് പേയ്മെന്റ് ഞാൻ ചെയ്യുകയും അത് കഴിയുമ്പം അവള് കറവ് തുടങ്ങും. സ്വർണ്ണമോതിരം, ഡ്രസ്, വീട്ടു സാധനങ്ങൾ എന്നൊക്കെ പറഞ്ഞ എന്റെ അമ്മോ കംപ്ലീറ്റ് അവള് കറന്നുകൊണ്ട് പോകും. പെരിയ സ്വദേശിയായ യുവാവിന്റെ അമ്മയുടെ സ്വർണ്ണമാലയും യുവതി തട്ടിയെടുത്തു. 5 ദിവസം കഴിഞ്ഞിട്ടാണ് എൻ്റെ വീട്ടിൽ നിന്ന് പോകുന്നത്. എന്നോട് പിന്നെ എൻ്റെ മാല മണിച്ചിട്ട് പറഞ്ഞു 1 മണിക്കൂർ കൊണ്ട് ഞാൻ എടുത്തു തരും. പിന്നെ അക്കൗണ്ട് ജോയിന്റ് അക്കൗണ്ടാണ് എൻ്റെതും അമ്മയുടേതും. ISROയിൽ ഞാൻ പണിയെടുക്കുന്നത്. 85,000 രൂപ ശമ്പളമുണ്ട്. ഇദ്ദേഹം വലിയൊരു കോടീശ്വരനാണ്. അതെ അതെ, അംബാനിക്കൊപ്പം പണക്കാരനാണ്. അംബാനിയേക്കാൾ. ഓ, ഇത്തവണത്തെ ഇയറിലെ കണക്കൊക്കെ. അതെ അതെ. ജയിലിലെ യുവാവിൽ നിന്ന് മാത്രം ശ്രുതി ചന്ദ്രശേഖരൻ തട്ടിയെടുത്തത് 5 ലക്ഷം രൂപയാണ്. വ്യാജ തിരിച്ചറിയൽ രേഖകൾ ഉപയോഗിച്ച് തട്ടിപ്പ് നടത്തിയ സംഭവത്തിൽ യുവതിക്കെതിരെ മേൽപ്പറമ്പ പോലീസ് ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം കേസെടുത്തു. 1 അല്ല 8 എണ്ണമാ കേസ്. കാണാം. See you. Bye. സോറി, നിങ്ങളല്ലേ ഇറങ്ങണ്ടേ? മുണ്ടിന്റെ തീ. Watch the stream. I've seen such a place before. What's he doing?